गाइस वेलकम बैक टू आवर चैनल। तो हम वासा के पार्ट 3 के साथ आ गए हैं यार, और मतलब इतना फनी चल रहा है। वो आंटी पूछ रही है ना कि बताओ आपने कहाँ डाला है, कहाँ डाले है, विष्णु को कहाँ डाला। आंटी ऐसे करके पता नहीं, वो बिल्कुल इग्नोर करिए ताकि पता ना लगे उनको कि कहाँ डाला है ना। एग्जैक्टली और मतलब काफी ज्यादा फनी है मूवी। और हमें ये है कि जो 5 फ्रेंड्स अब देखते हैं कि सबको सेपरेट तो कर दिया गया है, बट अब देखते हैं कि कैसे वो लोग दोबारा से रीयूनाइट होते हैं। वही। और पता है मोस्टली अब भी क्या हुआ कि मतलब मैंने ना अभी हमारा कमेंट सेक्शन खोला, उसमें बाजार 2 पे बोल रहे हैं लोग रिएक्ट करने के लिए, बट मेरे को ऐसे था कि जब तक हम लोगों ने बाजार 1 ही नहीं देखी तो हम लोग 2 पे कैसे रिएक्ट कर रहे हैं ना। तो ऑब्वियसली हम लोग देखेंगे, पर फिलहाल इसका थर्ड पार्ट देखते हैं। तो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। ഞാൻ നിന്നോട് പ്രത്യേകം പറയണോ ചെന്ന് പറയാൻ പറയട്ടെ ശരിക്കും अच्छा बोल रहे हैं वो उनको। ആന്റി അജ്ജു വैसे ഭले कर रहे थे। അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല അല്ലേ ചേട്ടായി? നീ ടെൻഷൻ അടിക്കാതെ, നമ്മുടെ പള്ളിക്കാരുടെ കോളേജാണല്ലോ, ഞാൻ വിളിച്ചോണം ശരിയാക്കാം. പക്ഷെ ഒരു കാര്യം, അവൻ ഇങ്ങനെ കയറൂരി വിടരുത് കേട്ടോ. മാത്യു എൻ്റെ മോനായതുകൊണ്ട് പറയല്ല, ഇന്നേ വരെ അവന് വേണ്ടി ആരുടെ അടുത്തെങ്കിലും റെക്കമെൻഡേഷൻ പോവുകയെ എവിടെയെങ്കിലും തലകുലിച്ച് നിൽക്കേണ്ടിയോ എനിക്ക് വന്നിട്ടില്ല. ആ ഗതിയിൽ നിനക്കേ വന്നിട്ടുള്ളൂ. ചെറുക്കൻ ഇങ്ങനെ കൂട്ടും കൂടി നടന്നാല് അവന്റെ ഭാവി നശിക്കത്തേ ഉള്ളൂ. ശരിയല്ലേ? അവന്മാരൊക്കെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചോളൂ. നീ ആദ്യം പഠിച്ചൊരു നല്ല ജോലി നടന്നു നോക്കാം. भाई कितना है वो इन पर ना कि प्रेशर विष्णु है ना, ये तो लोग अंदर ही हो। कॉलेज लग रहा है। കടവൻ ഇതാണ് ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്ലാസ്. अच्छा कॉलेज है। പിന്നെ ये भी एक है ना, അതിന്റെ അപ്പുറത്ത് ये नहीं वो तो वो है बीसीसी में। हां അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ओ जो दुश्मनी ദൈവമേ, ഇവനെന്താ ഇവിടെ? എന്താടാ ये तो बहुत डरपोक है वैसे भी। ഇതാ ഞാൻ പറഞ്ഞ ആള്. നീ ഒരു കാര്യം ചെയ്യ്, പോയി ചോദിക്കേ. तू जाना हिसाब से ചെല്ല്, പോയിട്ടോ. ओ इसको थप्पड़ मार दिया यार, पहले दिन ही ऐसे बेचारे इसको कैसे मार रहा है यार बेचारा। हो आवाज आई, मूसा या कलाम है, कलाम मूसा भी आके कलाम दिया क्या? What? वही क्या मार रहे हैं ना मूसा और कलाम को मेरे 2 जन से दिखाते हुए। अब शायद विष्णु के भी हाथ में जान आ गई है। ओ इसमें भी जान आ गई, वही तो अभी तक मार खा रहा था। वाह यार, दोस्त की हो तो ऐसी हो। शुक्र है लास्ट टाइम चेयर तोड़ी थी, याद नहीं है? ഇനി ഇവന്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ട അവന്റെ കൈ ഞാൻ തന്നെ പിടിക്കും കേട്ടോ പട്ടികളാ. ओ ये तो वो था शायद प्रोफेसर था ये। അയ്യോ മനോഹര സാർ सर को भी मार लिया यार। अब फिर इनके पेरेंट्स को बुलाया जाएगा। മനോഹരൻ സാറാ? प्रोफेसर थे। സാറായിരുന്നു നോക്കി ഇടിക്കണ്ടേ? സാറാന്ന് वो പറഞ്ഞു. तो स्टूडेंट और टीचर को भी पता वो खेलेगा पेड़। इसको पहले दिन ही बुला दिया। सोचो उसके पेरेंट्स तो सारे इकट्ठे हो गए दोबारा।
वो तो चली गए പോവല്ലെന്ന് പറ. എങ്ങനെ പോകാതിരിക്കും? ഇവന്മാരൊന്നും ഈ ജന്മം നന്നാവത്തില്ല. അതെ ഞാനും പോവല്ലേ. कलाम के ही पापा कर रहे हैं सिर्फ അല്ല എല്ലാരും പോയി ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവും. कलाम के पापा आप നമസ്കാരം സാർ. എന്താ സാർ വിളിപ്പിച്ച? നിങ്ങളിതിൽ ആരുടെ ഗാഡിയനാ? എല്ലാം നമ്മുടെ പിള്ളേരാണ് സാർ. പിന്നെ ഈ മൂസ ഇതാണ് എൻ്റെ മോൻ. अच्छा मूसा के അപ്പോ ഇവന്റെ കൂട്ടുകാരായോണ്ട് എല്ലാം എനിക്ക് എൻ്റെ മക്കളെ പോലെയാണ് സാർ. നല്ല पापा പിള്ളേരാ. अच्छे बच्चे നല്ല പിള്ളേരോ? ഇവരോ? അതെ. നിന്റെയൊക്കെ പാരൻസ് എവിടാ? ഇപ്പൊ ഇവരോട് ആക്കിയിട്ട് അങ്ങോട്ട് പോയുള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? പ്രശ്നോ? വന്ന ദിവസം തന്നെ അത് തന്നെ പ്രശ്നം. അടിയോ സാറേ? ഇവർ അത്തരക്കാരല്ല. കാരണം കൊച്ചുനാൾ മുതൽ बच्चों ഇവരെല്ലാവരും को इतने എനിക്കറിയാം. से दिखते हैं സാറിനറിയോ ഞങ്ങൾ രക്ഷകർത്താക്കൾ ഇവരുടെ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനല്ലാതെ ഇന്നേ അവരവിടെ പോയിട്ടില്ല. അത്രയ്ക്ക് നല്ല वाह സ്നേഹമാണ് അവർക്ക്. देख रहा ആ അവരെ പറ്റി मूसा സാറിന് के पापा ഞാനൊന്നും कैसे ചെയ്യാൻ बहुत സാർ. सपोर्टिव എന്ന് വെച്ചാ ഞാൻ സാറ് നുണ പറയുന്നല്ല ഞാൻ പറഞ്ഞത്. ഇനിയും ഇപ്പൊ ഉമാർ ആരെങ്കിലും അടിച്ചായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദേ ഇവിടെ വെച്ച ഞാൻ മാപ്പ് പറയാം. എടോ ഇതെന്റെ തോന്നലല്ല. ഇത് ഈ കോളേജിൽ ഒരു അധ്യാപകനെ ഒരു തല്ലി. ये मुंह सुझा के बैठे करा എന്താന്നുള്ളതാ ഇത്? ഒരു അധ്യാപകനാണ് നിങ്ങൾ തല്ലിയത്? ഇല്ലല്ല അതിനൊപ്പം തുടങ്ങിയ ഇനി എന്തെങ്കിലും വേലത്തരങ്ങൾ നീയൊക്കെ കാണിച്ചെന്നെങ്ങാനും ഞാൻ അറിഞ്ഞ ഒരൊറ്റ ഒരുത്തരം ഞാൻ പറഞ്ഞു വിടില്ല. തൽക്കാലം ഞാൻ പറഞ്ഞോണ്ട് സാർ നിങ്ങൾ പറഞ്ഞു വിട്ടിരിക്കണം. അല്ലാതെ ലോകത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു വിടില്ല. അത്രയും പാവണി സാർ. പോവാം. ആര് വെറുതെ വിട്ടു? ഞാൻ വെറുതെ വിട്ടൊന്നുമില്ല. नहीं ഒരു മിനിറ്റ് സാർ. ഇതിപ്പോ ഞങ്ങളുടെ മക്കളുടെ ഭാവി ഇന്നേ വരെ ഉമ്മാര് പിള്ളേരല്ലാതെ ഒരു അധ്യാപകനെ പോലും തല്ലിയിട്ടില്ല. ഇല്ലടാ ഇല്ല തല്ലിയിട്ടില്ല. അത്രയ്ക്ക് നല്ല പിള്ളേരാണ്. അത്രയ്ക്ക് ഒരു വ്യക്തിയാണ് സാർ അവന്മാർക്ക്. സാറ് പറഞ്ഞ ആ സാർ കേൾക്കും. मिसअंडरस्टैंडिंग हो गई ऐसे बोलो വിടാൻ പറഞ്ഞു സാർ. चलो पूरा मक्खन बाजी कर दी यहाँ पे मूसा के पापा ने കൊണ്ടുപോടോ. താങ്ക് യു സാർ. जी सर ഫുഡൊന്നും വായി വെക്കാൻ കൊള്ളത്തില്ല. ഇവിടെ വരുമ്പോഴാണ് ഒരു ഭക്ഷണം. നീ എപ്പോ എത്തി? ആ അപ്പാ ഞാൻ വൈകുന്നേരം. ये तो अमीर है ഫൈനലി പ്രോജക്റ്റ് എന്തായി? നടക്കുന്നപ്പാ. എന്താ ടോപ്പിക്ക്? LPG ലീക്കേജ് ആൻഡ് വെയിറ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം യൂസിങ് അർഡിനോ. ജാവയിലാണോ ഫ്ലട്ടറിലാണോ? അല്ല രണ്ടും അല്ല, പൈത്തൺ ജാങ്കോ ആണ് ചെയ്തത്. എന്തൊക്കെ സെൻസറാണ് ഉപയോഗിക്കുന്നത്? ഗ്യാസ് ലീക്കേജ് സെൻസറും ഉണ്ട്, ഫ്ലെയിം സെൻസറും ഉണ്ട്. മെയിൻ പാർട്ട് എന്താ? നോഡ് MCU മൈക്രോ കൺട്രോളർ ആണ് മെയിൻ പാർട്ട്. അതത്ര ഫ്യൂച്ചറിസ്റ്റിക് ആണോ? നാളെ ഇവിടെ ഗ്യാസ് ഒക്കെ പൈപ്പ് ലൈൻ വഴിയായിരിക്കും വരുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയ പ്രസക്തി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അല്പം കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു വിഷയം സെലക്ട് ചെയ്യായിരുന്നു. എന്തായാലും ട്രൈ ചെയ്യ്. फिर भी इसके पापा ऐसा कुछ है ना ऐसे നീ ഇപ്പോൾ അവന്മാരോട്ട് ഉഴക്കനൊന്നും പോറില്ലല്ലോ? ഇല്ലപ്പാ ആണെന്നില്ല. നീ അവരെ പോലെ അല്ല. നിനക്ക് നല്ല ഫ്യൂച്ചറുണ്ട്. വഴക്കിനൊന്നും. ഹോസ്റ്റലിലേക്ക് എന്നാ തിരിച്ചു പോകുന്നത്? ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പോകുള്ളൂ. എന്തിനാ 2 ദിവസം? പഠിക്കാനൊക്കെ ഇല്ലേ? നാളെ തന്നെ പോയിക്കോ. हो आज आया क्यों बोले कल चले जाओ लड़की का चक्कर बाबू भैया ഹലോ എടോ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴോ? എന്തു പറ്റി? എടോ അച്ഛന്റെ ബൈക്ക് ഒന്ന് പഞ്ചറായി. ഞാനിവിടെ റോഡിൽ നിൽക്കുവാ. തനിക്കൊന്ന് വരാൻ പറ്റുമോ? ഇപ്പോഴോ? കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോ വീട്ടിൽ വന്ന് കേറിയതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡൗട്ട് അടിയും. ഡൗട്ടാ? എന്ത് ഡൗട്ട്? അല്ല ഈ രണ്ടാമത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഓക്കെ. അല്ലല്ലല്ല ഞാൻ വരാം. എവിടാ നിക്കുന്നേ? वो चले गया भाई ഹലോ. ഹായ്. താൻ ഒറ്റയ്ക്കാണോ ഇത് കൊണ്ടിറങ്ങി? ഞാൻ ഇതെടുത്തോണ്ട് രാത്രി കറക്കാൻ പതിവുള്ളതാ. ഒറ്റയ്ക്കോ? भाई ഇത് इसको വിടും सुगा നമ്മൾ. രാവിലെ എടുക്കാലോ. വീട്ടിലൊന്നും പറയത്തില്ല രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങുന്നതിന്? എന്താ നിങ്ങൾ ആമ്പിള്ളേര് വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങിയാൽ മാത്രമേ ചോദ്യമുള്ളൂ? അല്ല അങ്ങനല്ല. यार पता नहीं किसको लगा ഞാൻ ഓടിക്കാം. വേണ്ട, പപ്പയ്ക്ക് എന്നെക്കാൾ ഇഷ്ടം വണ്ടിയാ. पता नहीं यार कोई गिरा ना दे രാത്രി എങ്ങോട്ടായിരുന്നു?
ചുമ്മാ 1 മണിക്കൂർ രാത്രി കറങ്ങാനിറങ്ങും. वाह यार शानदार. വണ്ടി എവിടെയും നിർത്തത്തില്ല. ഇതിപ്പോ പഞ്ചറായില്ലേ, അപ്പൊ നിർത്തിയല്ലേ പറ്റൂ. അപ്പൊ നിർത്തിയതാ. പേടി പാടില്ല. അല്ല അങ്ങനല്ല. क्यों मिटन नहीं सकते? അതെ, വിശക്കുന്നുണ്ടോ? നിനക്ക് വിശക്കുന്നുണ്ടോ? കുറച്ച്. ഏ? കുറച്ചെന്ന്. രാത്രി ഭക്ഷണം കൊടുക്കണ്ടെന്ന അപ്പ അമ്മയോട് പറഞ്ഞേക്കുന്നത്. എന്നാലും അമ്മ രാത്രി विचार भाई 2 इसके तो ദിവസം बहुत റൂമിൽ കൊണ്ട് पेरेंट्स വെക്കുന്ന. स्ट्रिक्ट है ना. പക്ഷെ കഴിക്കാൻ पापा time लॉक കിട്ടി. करके तभी खाना അപ്പോഴാ താൻ मिलता है. വിളിക്കുന്നു. എനിക്ക് ഇപ്പൊ കഴിക്കാൻ വല്ലതും പോവാം. എന്റെ കയ്യിൽ കാശുണ്ട്. ഇപ്പൊ എവിടുന്ന് പോയി കഴിക്കാനാ? നിനക്ക് കഴിച്ചാ പോരെ? കഴിച്ചാ മതി. ഗവൺമെന്റ് ആശുപത്രി. गवर्नमेंट हॉस्पिटल में खाना. अच्छा कैंटीन में. भाई നീ വിശപ്പിനുള്ള മരുന്ന് മേടിക്കാൻ പോവാന്ന്? വെയിറ്റ് ചെയ്. ചേട്ടാ 2 ചായ. ബിസ്ക്കറ്റ് ഇല്ലേ കഴിക്കാൻ? वाह यार. ആ ഇയാളെന്താ ഈ മുടിയൊക്കെ വെട്ടി ആണുങ്ങളോട് ഡ്രസ് ഇട്ട് നടക്കുന്നത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് എന്താ പറ്റില്ലേ? സത്യം പറഞ്ഞ ये तो എനിക്ക് നിങ്ങളെ बहुत പോലെ अलग वो है. പക്ഷെ കാണുന്നവര് വിചാരിക്കുന്ന കാരണങ്ങളൊന്നുമില്ല. പിന്നെന്ത് കാരണ? എനിക്ക് ഹാർഡായിട്ട് ജോലി ചെയ്യാൻ പറ്റണം, പിന്നെ വീട് മേടിക്കണം, वाह यार. काश मतलब ये लगाना। देखा जाए ना, कार वांगना। ये सिर्फ इक्वलिटी को Parents ने इसमें नल्लोണം शो नहीं നോക്കാൻ करी है. പറ്റണം. लड़के बाहर घूम रहे तो हम भी പിന്നെ घूमेंगे. ये देखो बाकी ആണുങ്ങൾക്ക് चीजों ചെയ്യാൻ में भी പറ്റുന്ന वैसे ही എല്ലാം है ये. എനിക്ക് ചെയ്യാൻ ഓ പറ്റും. നിനക്ക് തോന്നില്ലേ? പിന്നെ എന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? वो इतना कंसर्न्ड हो. ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ജീവ എത്ര ആഴത്തിൽ പോയാലും അതിനെ ഇങ്ങനെ നമ്മളെ തിരിച്ചു പിടിക്കണം. ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അതല്ലേ അതിന്റെ ബ്യൂട്ടി. ഒരു പീസ് വരുന്ന क्या ये सबकी गर्लफ्रेंड बन रही है क्या? ലാർജ് ആണോ സ്മോൾ ആണോ? लार्ज. ये क्या होगा लार्ज? तो ये खुद क्यों नहीं जाती है? इधर से दोनों की सेटिंग चल रही है. विष्णु की भी चल रही है. विस्पर ले आओ, आई ड्रॉप ले आओ, नील पॉलिश, सेंटर फ्रेश. उसको तो पूरा वो बना के भाई ओके सर मैम. ചായ മാത്രം കുടിച്ചാ വിശപ്പ് മാറുമെന്ന് തോന്നുന്നില്ല. പിന്നെ എന്തെങ്കിലും കഴിച്ചാ. कुछ खाते हैं चाय में this very ഞങ്ങളുടെ food ടീമിൽ ഏറ്റവും വലിയ ഇന്റലിജന്റ് ഞാനാണ്. പള്ളിയിൽ നിന്ന് 3 ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പ്രാർത്ഥിച്ച് മാറ്റാൻ വന്നതാണോ? प्रार्थना करना. നീ ഇവിടെ ഇരുന്ന് ഞാൻ ഇപ്പൊ വരാം. मुझे चाय से मेरी भूख. നല്ല വിശപ്പുണ്ട്. ഇനി തിന്നാൻ കർപ്പൂരം വല്ലതും മേടിച്ചു തരുമോ? പഴംപൊരി. പഴംപൊരി ഇത് പഴകിയതൊന്നും അല്ലല്ലോ. കഴിച്ചു. ये बिलाई भी एक ही है. അതെ, നിങ്ങൾക്ക് എന്താ വിശുദ്ധനോട് ഇത്ര പ്രശ്നം? വിഷു അല്ല, BC വിഷു. അവനെ സ്കൂൾ തൊട്ട് ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നേ. बीसी विश्व. എന്താ അവനോട് ഇത്ര പ്രശ്നം? ഒന്നാമത്തേത് അവൻ നന്നായിട്ട് പഠിക്കും. പിന്നെ സ്പോർട്സിന് ഫസ്റ്റ്, സ്കൂൾ ഫസ്റ്റ്, खुद ही अकेला खा रही है. ടീച്ചേഴ്സിനൊക്കെ അവനെ ഇഷ്ടമാണ്. ഇപ്പൊ പ്രിൻസിപ്പാളിനും ഇഷ്ടമാണ്. ഇതൊക്കെ ഒരു പ്രശ്നമാണല്ലോ. അതാണ് നിങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതൊരു സിനിമയാണെങ്കിൽ അവൻ നായകനും ഞങ്ങളൊക്കെ വില്ലന്മാരുമാണ്. പക്ഷെ ഞങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. भाई कैसे दिखता रहता है उसको भेल और चाय. भाई ये नहीं निकालता कभी पैसे, वही लड़की भरती है हमेशा. शांति से बात नहीं करने देते. भाई बहुत ही कमाल की मूवी चल रही है. अब देखा कि एक नई लड़की आई है लाइफ में. अब देखते हैं कि क्या नाम है उसका? विष्णु. विष्णु. अब देखते हैं कि वो उस चीज को कैसे लाइक टेक ओवर करता है चीजों को. और उस मतलब वो लड़की इतनी ज्यादा चुलबुली टाइप है कि उसको बाहर घूमना पसंद है, लड़कों की तरह रहना पसंद है. मतलब वो अपने सपने अचीव करना चाहती है और बाकी लड़के सारे मतलब
ऑपोजिट है उसके। वही, और जब वो बोल रही है मेरा गोल है गाड़ी लेना, खुद का घर लेना, वैसे अच्छा लड़के ये भी करते हैं, वैसे अच्छा करते हैं ये सब कुछ, क्योंकि विष्णु वगैरह तो नहीं करता। बेसिकली ये है कि उनको ना बीसी विश्वनम, पता नहीं उसका नाम भूल गई, बेसिकली बीसी से ना उसको बहुत ज्यादा दिक्कत है, क्योंकि वो पढ़ने में अच्छा है, स्पोर्ट्स में अच्छा है। फिर जो लड़की उनको पसंद आई थी डेजी, वो ले गया है ना, तो इसलिए उनको नहीं पसंद है। बाकी देखते हैं कि अगले पार्ट में क्या होगा। तो गाइस यही था हमारा रिएक्शन, आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट और करिए। अगर चैनल पे तो सब्सक्राइब करिए। बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया, अगर फॉलो करना चाहते हो तो कर सकते हो। बाय।